അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നിങ്ങളെ ഇണകളായി സംവിധാനിച്ചു എന്ന് പറഞ്ഞ് വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങളിലേക്ക് സ്നേഹവും കാരുണ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട് തന്നു എന്നാണ്. ഇണകൾക്കിടയിലുള്ള സ്നേഹവും കാരുണ്യവും അത് അല്ലാഹുവിങ്കൽ നിന്ന് ഉണ്ടാകേണ്ട ഒന്നാണ്. രണ്ട് സാഹചര്യങ്ങളിൽ നിന്നും, രണ്ട് കുടുംബങ്ങളിൽ നിന്നും, രണ്ട് സംസ്കാരങ്ങളിൽ നിന്നും ഒന്നിച്ചു ചേർന്നവർക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകുന്ന ഒന്നാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹം എന്ന് പ്രയോഗിച്ചത് മവദ്ദത്ത് എന്ന വാക്കുകൊണ്ടാണ്. ആ സ്നേഹത്തിന് അറബിയിൽ ഹുബ്ബ് എന്ന വാക്കും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ മവദ്ദത്ത് എന്ന അല്ലാഹു തആല പ്രയോഗിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ടൊരു നാമമാണ് അൽ വദൂദ്, അങ്ങേയറ്റം നമ്മെ സ്നേഹിക്കുന്നവൻ, ഇഷ്ടപ്പെടുന്നവൻ എന്ന്. അങ്ങേയറ്റം പരസ്പരം സ്നേഹിക്കുന്നവരാകണം ദമ്പതികൾ എന്നതാണ് അല്ലാഹു തആല ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം. ഐ ലവ് യു ആസ് യു ആർ, നീ എങ്ങനെയാണോ അങ്ങനെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എനിക്കനുസരിച്ച് മാറണം, എൻ്റെ കുടുംബത്തിനനുസരിച്ച് മാറണം, എൻ്റെ ശൈലിക്കനുസരിച്ച് മാറണം എന്ന് പറഞ്ഞ് പരസ്പരം തർക്കിക്കുന്നതിന് പകരം നീ എങ്ങനെയാണോ, നിൻ്റെ സ്വഭാവം എങ്ങനെയാണോ, നിൻ്റെ സംസ്കാരം എങ്ങനെയാണോ, നീ വളർന്ന സാഹചര്യം എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഈ ഒരു മവദ്ദത്തും റഹ്മത്തും ഇണകൾക്കിടയിൽ ഉണ്ടാവുക. അങ്ങനെ മവദ്ദത്തും റഹ്മത്തും പരസ്പരമുള്ളവരായി ജീവിതാവസാനം വരെ ജീവിക്കുവാൻ അത് നമ്മെ അനുഗ്രഹിക്കട്ടെ.